എല്ലാവർക്കും മെക് പോയിന്റ് കേരള PG-യിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. പോളി ലെക്ചർ അതുപോലെ തന്നെ മറ്റ് മെക്കാനിക്കൽ എക്സാമുകളുടെ PSC കോച്ചിങ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. An isentropic flow is one which 4 ഓപ്ഷൻസ് ഉണ്ട്. Adiabatic and reversible, isothermal, adiabatic only, adiabatic and irreversible. ഒരു ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എൻട്രോപ്പി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഐസെൻട്രോപിക് ആവണമെങ്കിൽ അതിനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പ്രോസസ് ഈസ് അഡയബാറ്റിക് ആൻഡ് റിവേഴ്സിബിൾ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കണ്ടിന്യൂസ് ലൈൻ ഡ്രോൺ ത്രൂ ദ ഫ്ലൂയിഡ് സോ ദാറ്റ് ഇറ്റ് ഹാസ് ദി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി വെക്ടർ അറ്റ് എവറി പോയിന്റ് ഈസ് നോൺ ആസ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. സ്ട്രീക്ക് ലൈൻ, പാത്ത് ലൈൻ, സ്ട്രീം, ട്യൂബ് ആൻഡ് സ്ട്രീം ലൈൻ. ഇത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ആൻസർ തന്നെയാണ്. ദാറ്റ് ഈസ് സ്ട്രീം ലൈൻ ആണ് ആൻസർ ആയിട്ട് വരിക. തേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോയിന്റ് ഫംഗ്ഷൻ? പോയിന്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. വർക്ക്, പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം. ഇതിൽ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം ഇതൊക്കെ എന്താണ്? പോയിന്റ് ഫംഗ്ഷൻസ് ആണ്. വർക്ക് എന്ന് പറയുന്നത് വിച്ച് ഈസ് എ പാത്ത് ഫംഗ്ഷൻ ആണ്. വർക്ക്, ഹീറ്റ് ഇതൊക്കെ എല്ലാം പാത്ത് ഫംഗ്ഷൻസ് ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഈസ്. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ ഓൺലി, മാക്സിമം, മിനിമം, 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 0 ആയിരിക്കും. അതായത് അതിന്റെ ഒരു കാരണം പറയുന്നുണ്ട്. ക്രിട്ടിക്കൽ പോയിന്റ് ദ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻടു വേപ്പർ വിത്തൗട്ട് ഹാവിങ് എ ടു ഫേസ് ട്രാൻസിഷൻ. സോ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഈസ് 0 അറ്റ് ദാറ്റ് പോയിന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ വാട്ടറിന്റെ ഒക്കെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 220 സംതിങ് ആയിരിക്കും അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ പറയുന്ന പോലെ 220 ഡിഗ്രി ആയിരിക്കും. ക്രിട്ടിക്കൽ പോയിന്റിൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്, അതൊരു ലിക്വിഡിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്ന ഒരു പോയിന്റ് ആണ്. അതായത് ക്രിട്ടിക്കൽ പോയിന്റിന് അബവ് നമുക്കൊരു ഇതിനെ ലിക്വിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഫോർ എ ഷാർപ്പ് എഡ്ജഡ് orifice is 0.59 and the coefficient of velocity is 0.96, then coefficient of discharge will be. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 വാല്യൂസ് തന്നിട്ടുണ്ട്. സിസിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, സിബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ZD ആണ് കണ്ടുപിടിക്കേണ്ടത്. 0.59 into 0.96 ആണ്. ദാറ്റ് ഈസ് 0.566 എന്നുള്ളതായിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. 6th question. In a refrigeration cycle, if the vapor is superheated after compression, then it is called. വേപ്പർ നമ്മൾ സൂപ്പർ ഹീറ്റ് ചെയ്യാണ് കംപ്രഷൻ സ്റ്റേജിന് ശേഷം. അതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഡ്രൈ കംപ്രഷൻ, ബി വെറ്റ് കംപ്രഷൻ, സി സബ് കൂളിംഗ്, ദെൻ ഡി വേപ്പർ കംപ്രഷൻ ആണ് തന്നിട്ടുള്ളത്. ഇതിന് നമ്മൾ പറയുന്നത് ഡ്രൈ കംപ്രഷൻ എന്നാണ്. വേപ്പർ ഈസ് സൂപ്പർ ഹീറ്റഡ് ആഫ്റ്റർ ദി കംപ്രഷൻ, അതിനെ നമ്മൾ ഡ്രൈ കംപ്രഷൻ എന്നാണ് പറയുക. ഓപ്ഷൻ എ ആണ് പഠിച്ച് ഇരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Air is passed through a coil at a temperature of -5 degree. If the temperature of air drops from 25 degree to 10 degree, the bypass factor of the coil is. ഇവിടെ T1 25 degree ആണ് കോയിലിന്റെ കോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -5 ഡിഗ്രി ആണ്. എയർ എൻട്രി ചെയ്യുന്ന ടെമ്പറേച്ചർ 25, എയർ ഔട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 10 ഡിഗ്രി ആണ്. സോ ബൈപാസ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട് നമുക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ബൈപാസ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ടി കോയിൽ ഡിവൈഡ് ബൈ ടി എയർ ഔട്ട്. എയർ ഔട്ട് ചെയ്തത് 10 ഡിഗ്രി ആണ്. അപ്പൊ -5 - 10 എന്ന് പറഞ്ഞാൽ 15 വരും. -15 ടി കോയിൽ -5 -25 30 വരും. അപ്പൊ 15/30 എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ.
bypass factor. 8th question. A 10-ton refrigeration system consumes 10 kilowatt of electrical energy. Its coefficient of performance will be. We have 4 options: 10, 3.5, 0.35, 35. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് COP എപ്പോഴും റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ആണ്. ഇവിടെ 10 ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5 കിലോവാട്ട് ആണ്. ദെൻ കൺസ്യൂം ചെയ്യുന്ന എനർജി ടണ്ണ് തന്നിട്ടുണ്ട്, അതാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ 3.5 into 10 ഡിവൈഡ് ബൈ ടൺ ദാറ്റ് ഈസ് 3.5 കിലോവാട്ട് തന്നെയാണ് ആൻസർ വരുന്നത്. വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് അമോണിയ? റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെഫ്രിജറൻ്റ് ആണ് അമോണിയ എന്ന് പറയുന്നത്. അമോണിയ ഒരു നല്ല റെഫ്രിജറൻ്റ് ആണ്, ടോക്സിക് ആണ്, പക്ഷേ നമ്മൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -33 ഡിഗ്രി ആണ്. ഓപ്ഷൻ എ ആണ്. A supercritical boiler consists of only economizer and superheater and does not have an evaporator because. സൂപ്പർക്രിട്ടിക്കൽ ബോയിലറിന് എന്തുകൊണ്ടാണ് ഒരു ഇവാപ്പറേറ്റർ ഇല്ലാത്തതെന്നാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ ആൻസർ ആദ്യം പറഞ്ഞതാണ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ബിക്കോസ് 0 അറ്റ് ക്രിട്ടിക്കൽ പ്രഷർ ഓർ എബവ് ദാറ്റ്. സൂപ്പർ ക്രിട്ടിക്കൽ ബോയിലറിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വരുന്നുണ്ട്, അപ്പോൾ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇല്ലാണ്ട് വരുന്നത്. 11th question. The tearing efficiency of a riveted joint is given as 75%. What is the pitch of the joint if the diameter of the rivet hole is 24 mm? ഇപ്പോൾ ടിയറിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 - d/p ആണ്. ഇവിടെ d/p എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ എഫിഷ്യൻസി തന്നിട്ടുണ്ട് 0.75 എടുക്കുവാണെങ്കിൽ d/p എന്ന് പറഞ്ഞാൽ 1/4 ആയിരിക്കും. അപ്പോൾ 24 തന്നിട്ടുണ്ട് d, അപ്പോൾ പിച്ച് എന്ന് പറയുന്നത് 24 × 4 ആയിരിക്കും, 96 ആയിരിക്കും വരിക, 96 mm ആയിരിക്കും. 12th question. Dash reverse of diametrical pitch. ഡയമെട്രിക്കൽ പിച്ചിന്റെ റിവേഴ്സിനെ എന്തെന്നാണ് നമ്മൾ പറയുന്നത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൊഡ്യൂൾ ആണ്. മൊഡ്യൂൾ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ഡയമെട്രിക്കൽ പിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടീത്ത് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ആണ്. ദെൻ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ബൈ നമ്പർ ഓഫ് ടീത്ത് ആണ്. ജനറലി റിവറ്റ്സ് ആർ മെയ്ഡ് ഓഫ്. 13th ക്വസ്റ്റ്യൻ ആണ്. റിവറ്റ്സ് എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ്. മൈൽഡ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് റിവറ്റ്സ് ഉണ്ടാക്കുന്നത്. 14th question. The rate of steam generation in a water tube boiler is comparison to the fire tube boiler. ഫയർ ട്യൂബുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ ട്യൂബ് ബോയിലുള്ള സ്റ്റീം ജനറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അല്ലേ? വാട്ടർ ട്യൂബ് ബോയിലറിൽ ഇങ്ങനെയാണ്, വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഹീറ്റ് അല്ലെ. ഫയർ ട്യൂബ് ബോയിലാണ്, ഫയർ ട്യൂബിനുള്ളിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മോർ ആണ് വാട്ടർ ട്യൂബ് ബോയിലറിൽ റേറ്റ് ഓഫ് സ്റ്റീം ജനറേഷൻ കൂടുതലാണ് എന്നാണ് പറയുന്നത്. 15th question. A venturi meter to avoid flow separation angle of divergence should not be greater than. ഒരു വെഞ്ചുറി മീറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഉണ്ട്. നമ്മൾ ക്ലോസ്ഡ് ചാനലിൽ ഫ്ലോ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അതിന്റെ കോഷ്യന്റ് ഡിസ്ചാർജ് ഒക്കെ ഹൈ ആണ്, 0.9 സംതിങ് ഒക്കെ വരും. ഇതിന്റെ ഡൈവേർജന്റ് സെക്ഷൻ ഉണ്ട്. ഡൈവേർജന്റ് സെക്ഷന്റെ ആംഗിള് 7 ഡിഗ്രിയിൽ കൂടാറില്ല. ഫ്ലോ സെപ്പറേറ്റ് ചെയ്യാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. 16th question. The melting point of mild steel is about. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. 1500 ഡിഗ്രി ആയിരിക്കും മൈൽഡ് സ്റ്റീലിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. 17th question. അലൂമിനിയം ക്രിസ്റ്റൽ സ്ട്രക്ചർ ഈസ്. അലൂമിനിയത്തിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. FCC സ്ട്രക്ചർ ആണ്, ഫേസ് സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ആണ്.
The behavior of mild steel under creep is a result of. The behavior of mild steel under creep is a result of both A and B ആണ്. Strain hardening and annealing ആണ്. Both A and B ആണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 19th ക്വസ്റ്റ്യൻ. ബഫർ സ്റ്റോക്ക്. ബഫർ സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. മിനിമം സ്റ്റോക്ക് ലെവൽ which below which actual stock should not fall. അല്ലെ, സ്റ്റോക്ക് ഒരു മിനിമം ആയി കഴിയുമ്പോൾ അത് കുറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ബഫർ സ്റ്റോക്ക്. അതായത് ഡ്രൈ ഔട്ട്, ടോട്ടൽ ഡ്രൈ ഔട്ട് ആവാണ്ടിരിക്കുന്നതിന് വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ളതാണ്. ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് വെച്ചിട്ടുള്ളതാണ് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. 20th ക്വസ്റ്റ്യൻ. സോൾഡിഫിക്കേഷൻ ഓഫ് കാസ്റ്റിംഗ് ഡസ് നോട്ട് ഡിപ്പെൻസ് അപ്പോൺ ദ ഫാക്ടർ. സോൾഡിഫിക്കേഷൻ ടൈപ്പ് ഓഫ് മെറ്റലിനെയാണോ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ ആണോ, ജോമെട്രിക്കൽ റിലേഷൻസ് ബിറ്റ്വീൻ വോളിയം ആൻഡ് സർഫസ് ഏരിയ ആണോ, ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത് എന്നുള്ളതാണ്. അത് സർഫസ് ടെൻഷൻ ആണ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് സോൾഡിഫിക്കേഷൻ ടൈം കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ K/V/A² ആണ്. മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഡിഫറെൻറ്റ് ഫ്ലോ പ്രോപ്പർട്ടീസ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. തെർമൽ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ജോമെട്രിക്കൽ റിലേഷൻഷിപ്പ്, വോളിയം, ഏരിയ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. The purpose of gate in casting is to. ഗേറ്റ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഡെലിവർ മോൾട്ടൺ മെറ്റൽ ഇൻ ടു ദ മോൾഡ് ക്യാവിറ്റി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോൾഡിഫിക്കേഷൻ ടൈം ഓഫ് റൈസർ ഷുഡ് ബി. റൈസറിന്റെ സോൾഡിഫിക്കേഷൻ ടൈം കമ്പയർഡ് ടു കാസ്റ്റിംഗ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. Equal to the solidification time of casting, more than the casting, less than the casting, depends on the casting. തീർച്ചയായിട്ടും മോർ ദാൻ കാസ്റ്റിംഗ് ആയിരിക്കും. സോ വി ഹാവ് ടു നോ ദി functions of a riser. The riser is a reservoir of a molten metal provided in the casting so that hot metal can flow back into the mold cavity when there is a reduction in the volume of the metal due to solidification എന്നുള്ളതാണ്. ഇപ്പോൾ സോൾഡിഫിക്കേഷൻ കാസ്റ്റിങ്ങിൽ സോൾഡിഫിക്കേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടെങ്കിൽ ഈ റൈസറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ റൈസറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മോൾട്ടൺ മെറ്റൽ പയ്യെ ഫ്ലോ ചെയ്ത് മെറ്റൽ ക്യാവിറ്റീസ് ഫില്ല് ചെയ്യും. അപ്പോൾ എന്തായാലും ഈ പറയുന്ന സോൾഡിഫിക്കേഷൻ ടൈം ഓഫ് റൈസർ എങ്ങനെയായിരിക്കും? മോർ ദാൻ ദി കാസ്റ്റിംഗ് ആയിരിക്കും. കാസ്റ്റിങ്ങിനേക്കായി മുന്നേ സോൾഡിഫൈ ചെയ്ത് പോകാൻ പാടില്ല. കാസ്റ്റിംഗ് സോൾഡിഫൈ ചെയ്തിട്ടാണ് റൈസറിലെ മെറ്റൽ സോൾഡിഫിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ. ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ദ ഷേപ്പ് വിച്ച് ആർ വെരി കോംപ്ലക്സ് ആൻഡ് ഇൻട്രിഗേറ്റ് ആൻഡ് കാൺ ബി കാസ്റ്റ് ബൈ എനി അതർ കാസ്റ്റിംഗ് മെത്തേഡ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്. വാട്ട് ഈസ് ഗേറ്റ് റേഷ്യോ? മിക്ക എക്സാമുകളിലും ചോദിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണർ ഉണ്ട്, ഗേറ്റ് ഉണ്ട്, സ്ക്രൂ ഏരിയ ഉണ്ട്. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ്. ഇതിൽ ഏതാണ് ഓർഡർ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ സി ആണ്. സ്ക്രൂ ഏരിയ, റണ്ണർ ഏരിയ, ഗേറ്റർ ഏരിയ, ഇതിന് മൂന്നിൻ്റെയും റേഷ്യോ ആണ് വരുന്നത്. വാട്ട് ഈസ് ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ബാബിറ്റ് മെറ്റൽ യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രി? കോപ്പർ ടിൻ ആന്റിമണി, കോപ്പർ ലെഡ് ബിസ്മത്ത്, കോപ്പർ സിങ്ക് ടിന്ന്, കോപ്പർ ലെഡ് നിക്കൽ. ഇതിൽ ബാബിറ്റ് മെറ്റൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോപ്പർ ടിൻ ആന്റിമണിയുടെ ഒരു കോമ്പിനേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കൂടുതലും നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ മെക്കാനിക്കൽ ഈ പറയുന്ന മെക്കാനിക്കൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.